ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫോ ചിക്കനോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു സോയാബീൻ്റെ മസാല ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളാട്ടോ, ഒരുപാട് സമയം എടുക്കില്ല, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പിയും കൂടി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായില്ലേക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യം എന്നുള്ള ആ ഒരു രീതിക്കുള്ള സോയാബീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 പാക്കറ്റ് സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ടാവട്ടെ രണ്ടും കൂടിയിട്ട്. അപ്പോൾ അതും കൂടി നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്നും തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സോയാബീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതാ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതാ തിളച്ച് വന്നിട്ടുള്ള ഈ ഒരു സോയാബീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം കൂടി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 2-3 തിള ഒന്ന് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് നമുക്ക് ഈ ഒരു സോയാബീനെ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സോയാബീനെ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. സോയാബീൻ വെള്ളത്തിൽ തന്നെ വെക്കാൻ പാടില്ലേ. അപ്പം തന്നെ നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സോയാബീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നമ്മൾ ഈ ഒരു സോയാബീൻ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൽ പിടിച്ചിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ ഒരുപാട് അങ്ങ് പുറത്തേക്ക് പോയിക്കോളും ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ വാർത്തെടുക്കുമ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. നന്നായിട്ട് കളർ ഇതുപോലെ ഇങ്ങനെ മാറി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ രീതിക്ക് ഇരട്ടിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 2 സവാള, മീഡിയം വലിപ്പമുള്ള 2 സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്ന് പോകേണ്ടിയില്ല, അതിന് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർക്കുന്നില്ല, വിനീഗർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും നമ്മൾ ഈ ഒരു സമയത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ സോയാബീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഈ ഒരു സോയാബീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും അതിന് കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനൊരു തിളയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെക്കാം. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടിപൊളി സോയാബീൻ്റെ മസാല റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മളിത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാം.
അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ച് വെച്ചിട്ട് അതാ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നമുക്ക് ബീഫൊന്നും ഇല്ലാത്ത സമയത്ത് ചിക്കനോ ബീഫൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സോയാബീൻ്റെ മസാലയാട്ടോ ഇത്. അപ്പോൾ നമ്മളിത് ഈ ഒരു സമയത്ത് ലാസ്റ്റ് ടൈമിലാട്ടോ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ പെപ്പർ പൗഡർ. എന്നിട്ട് നന്നായിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരുപാടങ്ങ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ ആ ഒരു മസാലയൊക്കെ നമ്മളെ സോയാബീനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ദോശയുടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.